ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കരുതി കേട്ടോ. പക്ഷേ ഇത് ഒരു ദിവസത്തെ ക്ലിപ്പ് മാത്രമല്ല, 2 ദിവസത്തെ ക്ലിപ്പാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഡേ ഞാൻ തേഴ്സ്ഡേ ആണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് ഞാൻ വീഡിയോ കുറച്ചുള്ളൂ എടുത്തിട്ട്. അപ്പോൾ ഞാൻ കരുതി 2 ദിവസത്തും പാടെ ഒരുമിച്ച് ഇടാമെന്ന്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് എടുക്കുന്നത് വീഡിയോ. കാരണം രാവിലെ ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. രാവിലെ നൂൽപൊട്ടും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ അടിച്ചോരി തുടച്ചു, അങ്ങനെ സാധാരണ ഡേ ഇൻ മൈ ലൈഫിൽ ഇടണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഉച്ച മുതലാണ് എടുക്കുന്നത് വീഡിയോ. ഞാൻ കുളിച്ച് വന്നു, എന്നിട്ട് പിന്നെ മുണ്ടോണ ഇതൊക്കെ തോർത്തിയിട്ട് സോയിൻ്റെ അടുത്ത് പോയിട്ട് സോയമോൾ നല്ല ടാബിൽ കളിയായിരുന്നു. അങ്ങനെ പിന്നെ ഓളടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ടൈം ഒരു 2:30 ആയിരുന്നു ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ. അങ്ങനെ ഇന്ന് സൊപ്പുമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കണത്. ഓളെന്തോ മന്തിയോ കപ്സേ എന്നാൽ മധുഹൂത്ത് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഉണ്ടാക്കണത്. എന്താണെന്ന് കറക്റ്റ് ആയിട്ടില്ല. മന്തി ആയിട്ടില്ല, എന്നാൽ കപ്സി ആയിട്ടില്ല, എന്നാൽ മധുഹൂത്തും ആയിട്ടില്ല. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഉമ്മ ഇവിടെ ഇല്ല കേട്ടോ, അതാണ് ഓള് ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിക്കാണ്. അവിടെ കല്യാണം ഉണ്ട് ഉമ്മക്ക്. അപ്പോൾ അങ്ങനെ പോയിക്കാണ്ട് ഞങ്ങളൊന്നും പോയിട്ടില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മണക്ക് അടിപൊളിയാണ്, ബട്ട് ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ വലിയ ടേസ്റ്റും ഇല്ല, അങ്ങനെ എഴുതായിരുന്നു. പിന്നെ ഓളോട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അല്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഓളന്നെ പറഞ്ഞു അത്ര വലിയ ടേസ്റ്റ് ഇല്ല, എന്തോ ഉപ്പിൻ്റെ കുറവ്, അത് മസാലേൻ്റെ കുറവ് എന്തോ ഒന്ന് പറ്റിക്കണം. അവൾ എന്നും ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്തോ അവൾക്ക് പറ്റി. അത് അവൾ കുക്കറിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അവൾ കുക്കറിൽ തന്നെ വെക്കണം, എന്താ പറ്റിയറിയില്ല. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി ഞാനും സായും കൂടി ഒരു സാധനം തിന്നാണ് കേട്ടോ. കാണിച്ചു തരാം അല്ലേ? ഇതിലെന്താണ് പറ? എന്ത്? ആ, എന്താ പേര് പറ, പേര് പറ. ക്രീം ബിസ്ക്കറ്റ്. അത് തരൂല. നിക്കയില് വേറെ. അതാണ് ക്രീം ബിസ്ക്കറ്റ്. കാണിച്ചു കൊടുക്കോ? അതിലുണ്ട്, അത് രണ്ടും അങ്ങനെ പൊട്ടത്തിയാണ്. മറ്റേ രണ്ടും പൊളിച്ചിട്ടതിലില്ല. അവർക്ക് കാണിച്ചു കൊടുത്താ ബിസ്ക്കറ്റ് എന്നാ. ഗൈസ്, ബിസ്ക്കറ്റ് വേണോ ചോദിച്ചോക്ക്. തരൂല പറ. ഞാൻ നല്ലോണം കുറ്റം പറയുന്നുണ്ട്. കുറച്ച് നേരമായി മൂക്ക് ചൊറിച്ചിട്ട് തുടങ്ങിയിട്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റെസ്റ്റ് എടുക്കാനിട്ട് ഞാൻ കടന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഒരു 5 മണിക്ക് വിളിച്ചും വായോ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ മാറ്റി പോവാൻ കേട്ടോ ഉമ്മനെ കൊണ്ടുവരാൻ. ഇടക്കൊക്കെ വണ്ടിയിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ കുത്തി വെച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ചാർജൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോവുകയാണ് ഗൈസ്. ഞാൻ മാത്രമേ ഉള്ളൂ, സോയമോളില്ല. സോയമോൾ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ഞാൻ ഓളൊക്കെ കൊണ്ടുപോകില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ ഉമ്മാരുടിയിൽ എത്തി കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ രാത്രി ആയിട്ടുണ്ട്, മരുവി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ പോരാന്ന് കയറി, പക്ഷെ ബാങ്ക് കൊടുത്തു. അപ്പോഴത്തേനും ഞാൻ അവിടേക്ക് എത്തിയപ്പോഴത്തേനും പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് വീഡിയോസ് നടത്തില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാനില്ല. പിന്നെ ഫുഡ് കഴിക്കണ ഒന്നും എടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ 2 ദിവസത്തെയും കൂടി ഒരുമിച്ചാണ് വീഡിയോ ഇട്ടിക്കണത്. അതായത് ഞാൻ ചെന്നപ്പോൾ സോയമോൾ അവിടെ എന്തോ ചപ്പാത്തി കഴിക്കുകയായിരുന്നു കേട്ടോ. തേഴ്സ്ഡേ ഫ്രൈഡേ ഈ 2 ദിവസത്തെ വീഡിയോസാണ് കേട്ടത്. അതിലുള്ള ഫുള്ള് കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് പാർട്ടായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഇപ്രാവശ്യം വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രൈഡേ 9 PM മോർണിംഗ്. അങ്ങനെ തേഴ്സ്ഡേത്തെ വീഡിയോസ് കഴിഞ്ഞു കേട്ടോ. അത്ര തന്നെയാണ് ഞാൻ എടുത്തിട്ട് കുറച്ച്. പിന്നെ ഫ്രൈഡേ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം. അപ്പോൾ രാവിലെ ഞാൻ കാര്യം പറഞ്ഞാൽ ഫുഡിൻ്റെ ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. രാവിലെ പൊറാട്ടയും കറിയായിരുന്നു കേട്ടോ. എന്തോ ബീഫ് കറിയാണ് തോന്നണോ, അങ്ങനെ എന്തോ കറിയാണ്. ഞാൻ അതങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ സോയമോൾ വന്നിട്ട് ഉള്ള കസാലയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നീപ്പിച്ചായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉമ്മാനോട് ചായയൊക്കെ എടുത്തുതരാൻ പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അടിച്ചോരി തുടക്കൽ, അതിന് പിന്നെ മെയിൻ സ്കൂളില്ലാത്ത ദിവസത്തെ പരിപാടികൾ.
അപ്പോൾ അങ്ങനെ അടിച്ചു തീർക്കല. പിന്നെ എനിക്ക് തേഴ്സ്ഡേ എന്താ സ്കൂളില്ലാത്തതെന്ന് കരുതും. എനിക്ക് ശരിക്കും സ്കൂളുണ്ട് കേട്ടോ, ഞാൻ മുടക്കിയിരിക്കുന്ന സ്കൂള്. പിന്നെ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ട്രിപ്പിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറ്. അപ്പോൾ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ഫ്രൈഡേ ഞങ്ങൾക്ക് ലീവ് കിട്ടിയിരിക്കുന്നത് സ്കൂളില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ട്രിപ്പ് പോകണോണ്ട് തന്നെ ഞാൻ പോയിട്ടില്ല കേട്ടോ. എനിക്ക് കല്യാണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ പിന്നെ ഉച്ചക്ക് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്നലത്തെ മന്തിനെയുണ്ട് ഞാനിന്ന് ഉച്ചക്ക് കഴിച്ചത്. ബീഫ് കൂട്ടി കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങളൊരു ഫാൻസി പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ നാളെ കല്യാണത്തിനുള്ള വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫാൻസി വാങ്ങാൻ പോയി. അവിടുന്ന് പിന്നെ കുറച്ച് പൊക്കാട, സമൂസ, പിന്നെ സോയ്ക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഒന്ന് ജസീറയിലേക്ക് വരുന്നതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ ഞാൻ സോയ നമ്മൾ വണ്ടിമേ പോകുമ്പോൾ പിന്നെ സോയ ഇങ്ങനെ എൻ്റെ മേത്ത് കൂടി ഐസ്ക്രീം ആക്കുക കേട്ടോളൂ. ബാക്കിലിരുന്ന് ഐസ്ക്രീം വന്നിട്ട് എൻ്റെ മേത്ത് കൂടി ഇങ്ങനെ തേക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. എന്നിട്ട് പിന്നെ ഞാനും എൻ്റെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുക. ഫസ്റ്റ് തന്നെ സോയമോൾ കയറി ഇരുന്നോക്കണം കേട്ടോ. ഉള്ള സോസിൽ മുക്കിയിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 3 സമൂസയെ വാങ്ങിയിട്ടുള്ളൂ. അത് തന്നെ 3 സോയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അവൾ കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചു. അത് എന്നിട്ട് സബ്സ്ക്രൈബിനോട് ഒരു ഹായ് പറയൂ. ഞാൻ ചായ കുടിക്കുക പറ. സമൂസ കഴിക്കുക പറ. നിങ്ങൾക്ക് വേണോ ചോദിച്ചു. വേണേ ഇങ്ങോട്ട് വരാൻ പറയൂ വീട്ടിക്ക്. ചായ കുടിച്ചിട്ട് വരാ, ബായ് പറ. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റോക്കറ്റ് പോണത് കണ്ട്. അങ്ങനെ അതും വീഡിയോ എടുത്തു കേട്ടോ. റോക്കറ്റ് പോണത് കണ്ടപ്പോൾ ഞാൻ സെബിക്കാക്കുവിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുന്നു. അവിടെ അമ്മായി വന്നിക്കണു. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാൻ എഴുതിയിട്ട് വീഡിയോ എടുത്താണ്. പക്ഷെ നേരെ കാണാനൊന്നുമില്ല. എന്തോ ഒരു സാധനം ഇങ്ങനെ പോണു, ഒരു പുക ഇതായിട്ട്. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ നൈറ്റ് ആയിട്ടോ. നൈറ്റ് പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഫുഡ് കഴിക്കുക. ജസീറയിലേക്ക് വന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ല. അതേപോലെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ആ ജസീറയിലേക്കും സൊപ്പും സോയമോളും പോയിട്ടോ അല്ലെ വീട്ടിലേക്ക് തൂതക്കൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇത് ഫുൾ ക്ലീൻ ആക്കണം. ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ റൂമും ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ ബെഡൊക്കെ ഒന്ന് മാറ്റിയിട്ടു. അപ്പോൾ പിന്നെ ഞാൻ മെയിലാഞ്ചി ഇടായിരുന്നു കേട്ടോ. നാളെ കല്യാണത്തിന് പോകുമ്പോൾ അപ്പോൾ കുറച്ച് മെയിലാഞ്ചൊക്കെ ഇട്ടു. ഇനി ഇടാനാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞാൻ അതൊക്കെ ഇടട്ടെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ ബൈ.